لنا القرآن رباني وعلى في الورى شاني. الرحمن الرحيم. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه الكرام. أما بعد. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വന്ന എന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആ തിലാവത്തുക, ആ പാരായണത്തുക, ആ ഓത്തുകൊള്ള മഹത്വങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ നമുക്ക് ചൊല്ലുന്നുണ്ട്, അക്ദിറൂ മിൻ തിലാവത്തിൽ ഖുർആനി ഫീ ബുയൂതികും. നിങ്ങൾ ഔത്തുൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആ പാരായണം, ആ ഓത്ത് അത് ധാരാളമായിട്ട് നടക്കണം. പരിശുദ്ധമായ ഖുർആൻ ഓതരംഗത്തുള്ള ആവണോ. പണ്ട് കാലത്തെല്ലാം അങ്ങനെ ധാരാളമായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഔത്തുൽ ഓതിക്കൊണ്ടിരുന്നാർ. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള പരിശുദ്ധമായ ഖുർആൻ, എല്ലാവരും ബാപ്പയും മക്കയും പിഞ്ഞയും മക്കയും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാർ. ഇന്റെ അത് അസ്തമിച്ചോണ്ട് പോയോണ്ടുണ്ടു. ഇന്റെ വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരാറ്, പക്ഷേ അവിടെ ഓത്ത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഹബീബായ തങ്ങൾ ചൊല്ലു, ഫഇന്നൽ ബൈതല്ലദീ ലാ യുഖ്റഉ ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഓതാത്തെങ്കത്തെ അവയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കണമെങ്കിൽ പ്ലേസ് പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധമില്ല, ഖുർആൻ ഓതില്ല, അങ്ങനത്തെ ആവാണെങ്കിൽ യഖില്ലു ഖൈറുഹു വയക്ദുറു ശർറുഹു വയദീഖു അലാ അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത അവയാണെങ്കിൽ അവിടെ ഷർറ്, പിന്നെ ഖൈറിങ്ങനെ കുറഞ്ഞുകൊണ്ട് പോണ്ടു, ഷർറുകൾ ഇങ്ങനെ കൂടിയോണ്ട് പോണ്ടു. അതായത് പിന്നെ വലിയ അവ ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷേ നെമ്മതികളെല്ലാം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് പോണ്ടു. മക്കളെല്ലാം ഇങ്ങനെ വഴിതെറ്റിക്കൊണ്ടുള്ളാറ്, മക്ക ഇങ്ങനെ അനുസരണക്കേട് കാട്ടിക്കൊണ്ടുള്ളാറ്. അതുപോലെ ധാരാളമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യങ്ങളും, പിന്നെ എത്ര സമ്പാദിച്ചെങ്കിലും അതൊരു എത്തിക്കിട്ടില്ല, ബറക്കത്തില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആ ഔത്തുൽ ബണ്ട് ഹബീബായ റസൂലുള്ളാഹ്. അത് മാത്രമല്ല അങ്ങനെ ഔത്തുൽ കുടുംബത്തിടയിൽ, ജ്യേഷ്ഠാനുജന്മാരുടെ പെഞ്ഞായി മക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഔത്തുൽ താമസിക്കുന്നവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ, പ്രോബ്ലംസുകൾ ഇങ്ങനെ, പിന്നെ അസമാധാനങ്ങൾ ഇങ്ങനെ കൂടിയോണ്ട് പണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് പരിശുദ്ധമായ ഖുർആന്റെ ഓത്ത് ഇല്ലാത്തെങ്കത്തെ അവത്തിൽ അവിടെ ബറക്കത്തുണ്ടാവൂല, അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടിയോണ്ടിരിക്കുന്നുണ്ടാണ്. വേറൊരു പക്ക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, അതേ പരിശുദ്ധമായ പിന്നെ നിങ്ങളെ ഔത്ത് അത് മക്ബറകളാക്കണ്ട, അല്ലെങ്കിൽ ഒരു ഖബർസ്ഥാനിൽ നിങ്ങൾ ആക്കണ്ട. കാരണം ഖബർസ്ഥാനത്തിലോ മക്ബറത്തിലോ എല്ലാ നാളും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കില്ല. ചില സമയത്ത് ആരെങ്കിലും വേണ്ടാറ് ഓതാറ് സിയാറത്ത് നടക്കൽ ഇങ്ങനെ ആയോണ്ടിക്കിട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവണ്ട. കാരണം എപ്പോഴെങ്കിലും ഒരു മനസ്സാവുമ്പോ ഖുർആൻ ഓതോതരെ അങ്ങനെ ആവണ്ട. എല്ലാ നാളും പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഔത്ത് ഓതരംഗത്തെ ഒരു സിസ്റ്റം അത് ഉണ്ടാവണോണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. അത് മാത്രല്ല, ഒരു സംഭവം, ഒരു ചരിത്രം നിങ്ങൾക്ക് കാണുക സാധ്യമുണ്ടോ? ഒരു സ്വഹാബി ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഔത്തുൽ ഒരു ഭാഗത്ത് അയാളുടെ കുതിരയുടെ കെട്ടിട്, അതിന് തെല്ലപ്പുറത്ത് അയാളെ മോണ് ഇറങ്ങിയിട്ടുണ്ടു. ഇയാൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ആ കുതിര വള്ളി പൊട്ടാട്ടിട്ട് ഓടകു തപ്പാട്ടകു പിന്നെ ട്രൈ ആക്കിയത് പോലെ ഇങ്ങനെ തുയോണ്ടല്ല. അപ്പൊ പിന്നെ ആ സ്വഹാബിക ഒരു പേടിയായിട്ട്, കാരണം അതിനപ്പുറത്ത് തന്റെ മോണ് ഇറങ്ങിയിട്ടുള്ള ഇതിപ്പോ വള്ളി തപ്പാട്ടിട്ട് ആ മോണ് ഇപ്പൊ ബുദ്ധിമുട്ടാവിടു ചെന്നിട്ടു. ഇയാള് പിന്നെയും പോയിട്ട് അയാള് കുതിരയുടെ ഒന്നും കൂടി കെട്ടിട്ട് പണ്ട്. എന്നിട്ട് ഖുർആൻ ഓതരു. അപ്പൊ ഖുർആൻ ഇങ്ങനെ പിന്നെ കുതിര ഇങ്ങനെ തുള്ളവ് തുടങ്ങുന്നു. അപ്പൊ പിന്നെയും പോയിട്ട് നല്ലൊരു ഭദ്രമായിട്ട് ആ കുതിരയുടെ കെട്ടിവണ്ട്, കാരണം തന്റെ മോന്റെ മേലേക്ക് പുപ്പദ്രാവണ്ടാണ്. എന്നിട്ടോ പിന്നെയും ഖുർആൻ ഓതുക തുടങ്ങുന്നു. അങ്ങനെ ഓതുക തുടങ്ങുമ്പോ പിന്നെ ആ കുതിര ഇങ്ങനെ തുള്ളവ് തുടങ്ങുന്നു.
അപ്പൊ അയാള് ഖുർആൻ നിപ്പാട്ടിട്ട് ഉറങ്ങിട്ടാകുമ്പോ പിറ്റേന്ന് സുബൈക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് ഈ സംഭവം ചൊല്ലു, നബിയെ ഞാൻ ഇന്നലെ ജാവ് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ഞാൻ കെട്ടിട്ട് ആ കുതിര ഇങ്ങനെ പല്ലി പൊട്ടാട്ടുള്ളത് പോലെ അതിങ്ങനെ തുള്ളിട്ട് ഓടക ട്രൈ ആക്കുന്ന പോലെ ഇങ്ങനെ തുല്യോണ്ടിന്ത് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേക്കിട് നിക്കത് എന്തിനുണ്ട് ഗൊന്തായിത്താ, എന്തൊക്കെ കുതിര അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നേണ്ട് നിക്ക് ഗൊന്തായിത്താ. അപ്പോ ആ സ്വഹാബി ഇല്ല എനക്കതിരെ വിഷയം മനസ്സിലായില്ല, കുതിര കാണെങ്കിലോ വലിയ ചാട്ടങ്ങൾ ഇങ്ങനെ തുള്ളുടങ്ങിയത്തെ ഒരു അവസ്ഥ അതാക്കിക്കൊണ്ടിന്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, അതെ നിക്ക് ഈ സ്വഹാബി ചൊല്ലു, നബിയെ ആ കുതിര ഇങ്ങനെ തുല്യോണ്ടിന്ത്, പക്ഷേ ഞാനിങ്ങനെ മേൽ നോക്കുമ്പോ ഒരിങ്ങനെ പിന്നെ മോടിങ്ങനെ വന്നോണ്ട് എന്റെ ഔത്രമേ കീഴിങ്ങനെ എറിഞ്ഞോണ്ടി ഉള്ളത് പോലെ എന്നൊക്കെ കണ്ടോണ്ടിന്ത്. ആ മോടത്തെ മേലിങ്ങനെ ലൈറ്റുകളെല്ലാം ഇങ്ങനെ പ്രകാശങ്ങളെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിന്ത് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, അത് തിൽക്കൽ മലായിക, അത് മലക്കുമാരായിട്ടിക്കട്. അതായത് നീ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ മലക്കുമാരിങ്ങനെ നിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നോണ്ടിന്നാറ്. നീന ജാവ് ഖുർആൻ ഓത്ത് നിപ്പാട്ടിയല്ലേ, അങ്ങനെ നിപ്പാട്ടാണ്ട് നീന് ഓതിയോണ്ട് ഇന്നെങ്കിൽ സ്വബൈത്തോല ഓതിയോണ്ടിന്നെങ്കിൽ എല്ലാ സ്വഹാബിമാരും എല്ലാ ആൾമാരും ആ ഒരു രംഗം കാണത്താറ്. ആ ഒരു മേഘം ഇങ്ങനെ വണ്ട് അതിലിങ്ങനെ പ്രകാശങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടില്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാരും കാണത്താറ്. അത് മലായിക ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഓത്തു ഉള്ളങ്കത്തെ ഔത്തില്, പരിശുദ്ധമായ ഖുർആൻ ഓത്ത് പാരായണ ഉള്ളങ്കത്തെ ഔത്തില് അള്ളാഹുടെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിക്കട്, അള്ളാഹുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിക്കട്, ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം നീങ്ങി പോയോണ്ടിക്കിട്ടാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഔത്തിൽ എന്നും പരിശുദ്ധമായ ഖുർആൻ ഓത്തുണ്ടാകണം, ഞങ്ങളെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കണം, ഞങ്ങൾ ഓതണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തന്നെ അനുഗ്രഹിക്കട്ടെ.